ഞാൻ പരിചയപ്പെടുത്താം ജിഷ്ണുവിന്റെ ചോരയല്ലാതെ ഒരാളെ പോലും പോകുന്നില്ല. ഒരാൾ പോലും പോകില്ല. 14 ആളുകളെ 5 പേരെ പോലെ 14 ആൾ ചെയ്യില്ല. സാറേ ഞാനൊന്നും പറയില്ല. DGP കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല. SI ഉൾപ്പെടെ അവരെ മർദ്ദിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ നിങ്ങളെ കൂടെ, നിങ്ങൾ എത്ര പോലീസുകാർ നിങ്ങളെ കൂടെ ഞങ്ങൾ നിൽക്കും. ഇവിടെ വരെ 5 മിനിറ്റ് നടക്കാനുള്ളൂ. ഇവിടെ വരെ നിങ്ങൾ കൂടെ നടന്നു. 5 പേര് കൂടെ നടന്നു. സർ ഞങ്ങൾ ബന്ധുക്കൾ മാത്രം. ബന്ധുക്കൾ പറ്റത്തില്ല. 5 പേരെ പറഞ്ഞു. അതല്ല പറഞ്ഞത്. ഓരോരുത്തരായിട്ട് സമരം എന്നാൽ പോലീസ് ആസ്ഥാനം നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ട് കടത്തിവിടാൻ പോലീസുകാർ തയ്യാറാവുന്നില്ല. തുടർന്നാണ് ഇവിടെ തർക്കത്തിന്റെ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. തങ്ങളെ സമരം ചെയ്യാനായി പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജിഷ്ണുവിന്റെ അമ്മയും കൂടെ വന്നവരും എല്ലാം തന്നെ ഇവിടെ പ്രതിഷേധിക്കുന്നത്. പോലീസുമായി ഇവർ ഒരു സംഘർഷാവസ്ഥയോളം ഇപ്പോൾ എത്തിയിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ അടക്കമുള്ള 5 പേരോട് DGP അവരോട് ചർച്ച നടത്താൻ തയ്യാറായിരുന്നു. ഇവരെ DGP ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എങ്കിൽ പോലും ഇവർക്ക് മുഴുവൻ പേർക്കും ചർച്ച നടത്താനായി DGPയെ കാണണം എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. എല്ലാവർക്കും കാണാനാകില്ല. 5-6 പേർക്ക് DGPയുമായി ചർച്ച നടത്താനുള്ള അവസരം തരാമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അറിയിച്ചെങ്കിലും അതിന് വഴങ്ങാതെയാണ് സമരക്കാർ നിലപാടെടുത്തത്. എല്ലാവർക്കും DGPയെ കാണണം. DGPയുടെ ഓഫീസിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടല്ലോ, അതുപോലെ ഞങ്ങളെയും കയറ്റിവിടണമെന്ന ആവശ്യമാണ് സമരക്കാർ ഉന്നയിച്ചത്. അതിന് വഴങ്ങാതെ അവർ പോലീസ് ആസ്ഥാനത്തേക്ക് കടക്കാനും ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പോലീസ് സമരക്കാരെ തടഞ്ഞതും ഇപ്പോഴുള്ള പോലത്തെ സംഘർഷാവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതും. എന്തായാലും ഇപ്പോൾ ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒപ്പം എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് അടക്കമുള്ളവരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ജിഷ്ണുവിന്റെ അമ്മയെ അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രാവിലെ ഈ നിരോധിത മേഖലയിലെ സമരം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മ്യൂസിയം CIയും ഇവരുമായി ചർച്ച നടത്തുകയുണ്ടായിരുന്നു. എന്നാൽ അതിനും അവർ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജ അടക്കമുള്ളവർ പോലീസ് ആസ്ഥാനത്തേക്ക് സമരം നടത്താനായി എത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ സമരക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത ആളുകളെ പോലീസ് ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 20ഓളം പേരാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്കൊപ്പം സമരം നടത്താനായി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. എന്തായാലും ഇവരെ ഓരോരുത്തരായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷം തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് ഏകദേശം 100 മീറ്ററോളം അകലെ ഈ സമരക്കാരെ തടഞ്ഞ സ്ഥലത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കന്റോൺമെന്റ് ജിതിൻ എത്രത്തോളം ആളുകളുടെ ജിഷ്ണുവിന്റെ നാട്ടിൽ നിന്നുള്ള നാട്ടുകാരുടെയൊക്കെ തന്നെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു? പോലീസ് ആസ്ഥാനത്തേക്ക് വരുമ്പോൾ പോലീസ് തടയുകയായിരുന്നോ? യാതൊരു മുന്നറിയിപ്പും നൽകാതെയുള്ള ഒരു നടപടിക്രമമാണോ? ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു നടപടിക്രമമാണോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? എന്താണിപ്പോൾ അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ ജിഷ്ണുവിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയവരടക്കം അവരുടെ നിലപാടെന്താണ്? പ്രജേഷ്, പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം ആരംഭിക്കാനായാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജ അടക്കം അവർക്കൊപ്പം ഏകദേശം 16-ലേറെ പേർ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയത്. എന്നാൽ പോലീസ് ആസ്ഥാന പ്രദേശം പ്രത്യേക സുരക്ഷാ മേഖലയും നിരോധിത മേഖലയും ആയതിനാൽ അവിടെ സമരങ്ങൾ അനുവദിക്കാനാകില്ല എന്നതാണ് വസ്തുത. അത് നേരത്തെ തന്നെ പോലീസ്
ഇവരെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. സമരം ഒഴിവാക്കണം, ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സമരം ഒഴിവാക്കണം. ഒപ്പം DGP ഇവരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സമരം ഒഴിവാക്കണമെന്ന ആവശ്യം പോലീസ് ആദ്യം ഇവർക്ക് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ തങ്ങളെ എവിടെ തടയുന്നോ അവിടെ തങ്ങൾ സമരം ചെയ്യും, അതുവരെ തങ്ങൾ സമരം ചെയ്യുമെന്ന നിലപാടാണ് ആ സമയത്ത് ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളും മറ്റ് നാട്ടുകാരും കൈക്കൊണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വഴുതക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി പോലീസ് ആസ്ഥാനത്തേക്ക് നടന്നു വരികയായിരുന്നു. പോലീസ് ആസ്ഥാനത്തിന് ഏകദേശം 100 മീറ്റർ ഇപ്പുറത്ത് ട്രിവാൻഡ്രം ക്ലബിന് സമീപമായാണ് പോലീസ് ഇപ്പോൾ ഇവരെ തടഞ്ഞിരിക്കുന്നത്. തുടർന്നും മുന്നേറാൻ അവർ ശ്രമിച്ചെങ്കിലും വടം കെട്ടിയും മറ്റും പോലീസ് തടയുകയായിരുന്നു. കന്റോൺമെന്റ് SP ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഇവരെ തടഞ്ഞിരുന്നത്. ഒപ്പം DGPയുമായി ചർച്ച നടത്താനുള്ള 5 പേർക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് വരാമെന്ന് പോലീസ് ഇവരെ അറിയിച്ചെങ്കിലും തങ്ങൾക്ക് മുഴുവൻ അങ്ങോട്ട് എത്തണം, മുഴുവൻ പേർക്കും DGPയുമായി ചർച്ച നടത്തണമെന്ന നിലപാടാണ് ആ സമയം സമരക്കാർ കൈക്കൊണ്ടത്. പൊതുജനങ്ങൾക്ക് DGPയുടെ ഓഫീസിലേക്ക് പ്രവേശനമുണ്ടല്ലോ എങ്കിൽ തങ്ങൾക്കും കയറണമെന്ന നിലപാടാണ് അവർ എടുത്തത്. ഇത് അനുവദിക്കാനാകില്ല എന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. പിന്നീട് 6 പേർക്ക് വരെ DGPയുമായി ചർച്ച നടത്താനുള്ള അവസരം നൽകാം, കയറാനുള്ള അവസരം നൽകാമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും അതും സമരക്കാർ ചെവികൊണ്ടില്ല. തുടർന്നാണ് സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഈ പോലീസ് ആസ്ഥാനത്തിന് സമീപം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഇവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളും അടക്കമുള്ള സമരക്കാരെ എല്ലാവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇവരെല്ലാം ഇപ്പോൾ ബസ്സിൽ കയറ്റിയിരിക്കുന്നു. ഇവിടെ നന്ദാവനത്തെ എയർ ക്യാമ്പിലേക്ക് മാറ്റുമെന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും സമരം അനുവദിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആണെങ്കിലും അതേസമയം തന്നെ DGP ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ തന്നെയാണ് ജിഷ്ണുവിന്റെ കൂടെയുള്ളവരുടെയും തീരുമാനം. ജിതിൻ, DGP എപ്പോഴായിരിക്കും ഇവരുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയിരിക്കുന്നത്? DGP എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ? DGP ഇപ്പോൾ ആസ്ഥാനത്ത് DGP ഉണ്ടോ? ഒരു വ്യക്തമായ ഒരു ഇടപെടൽ സമയോചിതമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രജേഷ്, നിലവിൽ 11 മണിയോടുകൂടി ഇവരുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകാമെന്ന നിലപാടാണ് DGP നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിൽ അത് ഇനി എങ്ങനെയായിരിക്കും നടക്കുക എന്നത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നേരത്തെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു എന്ന ഉറപ്പ് DGP നേരത്തെ ഇവർക്ക് നൽകിയിരുന്നു. അന്ന് അതായത് ഒരു 2 ആഴ്ച മുമ്പ് ഇത്തരത്തിൽ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം നടത്തുമെന്ന് ജിഷ്ണുവിന്റെ അമ്മ നിലപാടെടുത്തിരുന്നു. അന്ന് പോലീസുമായി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പ് DGP നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് അന്ന് ആ സമരം പിൻവലിച്ചിരുന്നത്. പിന്നീട് ഇന്നലെ കൃഷ്ണദാസിനെ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് നടത്തുന്നത് നാടകമാണ് എന്ന നിലപാടെടുത്തുകൊണ്ടാണ് സമരവുമായി മുന്നോട്ട് പോകാൻ മഹിജ തീരുമാനിച്ചിരുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിയുള്ള ചർച്ചയ്ക്കാണ് ഇന്ന് DGP തയ്യാറായിരുന്നതും. എന്നാൽ അതിനു മുമ്പ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലുള്ള പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് അറിയേണ്ടിയിരിക്കുന്നു. 11 മണിക്ക് ഇനി ചർച്ച നടക്കുമോ എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ജിഷ്ണുവിന്റെ അമ്മയും മറ്റ് സമരക്കാരെയും എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ശരി, ജിതിനിലേക്ക് മടങ്ങിയെത്തുന്നു. ജിതിൻ, ഇപ്പോൾ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത ജിഷ്ണുവിന്റെ മാതാവടക്കം നാട്ടുകാരടക്കം അവരെയൊക്കെ തന്നെ ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? അവിടെ നിന്ന് പൂർണ്ണമായും ആളുകളെ പോലീസ് ആസ്ഥാനത്തിന്റെ മുൻവശത്ത് നിന്നും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജിതിൻ, പ്രജേഷ്, ജിഷ്ണുവിന്റെ അമ്മ മഹിജ അടക്കം സമരം ചെയ്യാനായി എത്തിയ എല്ലാവരെയും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിനും സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. എല്ലാ സമരക്കാരെയും പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഏറെ നേരം നീണ്ട സംഘർഷാവസ്ഥയ്ക്കൊടുവിലാണ് അവരെയെല്ലാം ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ആളെയും ഇപ്പോൾ ക്ഷമിക്കണം, അത് ഒരാളായിരുന്നു. എല്ലാവരെയും തന്നെ ജിഷ്ണുവിന്റെ മരണത്തിൽ സമരം ചെയ്യാനായി എത്തിയ എല്ലാവരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഏറെ നേരമാണ് പോലീസ് ആസ്ഥാനത്തിന് പുറത്ത് 100 മീറ്ററുമെങ്കിലും പുറത്ത് പോലീസ് സമരക്കാരെ തടഞ്ഞ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നത്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് സമരത്തിനായി തങ്ങൾക്ക് പോകണമെന്ന നിലപാടിൽ ജിഷ്ണുവിന്റെ അമ്മയും മറ്റും ഉറച്ചു നിൽക്കുകയായിരുന്നു. DGP സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ തങ്ങൾക്ക് സമരം ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. നേരത്തെ പോലീസ് അനുനയന ശ്രമം
ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നെങ്കിലും അതെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. നിരോധിത മേഖലയിലെ സമരം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തിയ ജിഷ്ണുവിന്റെ അമ്മയും മറ്റുമായി ചർച്ച നടത്താൻ നേരത്തെ പോലീസ് മുൻകൈ എടുത്തിരുന്നു. ഈ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും പോലീസ് സമരത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യം കൂടി ഉയർത്തി കാണിച്ചായിരുന്നു പോലീസിന്റെ ആ തരത്തിലുള്ള ഇവരുടെ മുന്നിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. എങ്കിലും സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകും, തങ്ങളെ പോലീസ് എവിടെ തടയുന്നു അവിടെ വെച്ച് തങ്ങൾ സമരം ചെയ്യുമെന്ന നിലപാടാണ് ജിഷ്ണുവിന്റെ അമ്മയും മറ്റ് സമരക്കാരും എല്ലാം തന്നെ തീരുമാനിച്ചിരുന്നത്. ചർച്ചയ്ക്കായി 5 പേരെ മാത്രം പോലീസ് ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും തങ്ങൾക്ക് മുഴുവൻ DGPയെ കാണണം, DGPയുമായി ചർച്ച നടത്തണം എന്ന നിലപാടാണ് പിന്നീട് സമരക്കാർ കൈക്കൊണ്ടത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥ പോലീസ് ആസ്ഥാനത്തിന് സമീപത്ത് ഉണ്ടായത്. എല്ലാവരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കണം എന്ന നിലപാടാണ് സമരക്കാർ കൈക്കൊണ്ടത്. തുടർന്നാണ് ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ ഹിമോൽ ഭദ്രാനന്ദയെയും അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നതാണ്. പ്രജീഷ്, തീർച്ചയായും ഇനി ചർച്ചയിൽ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും? 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കുമോ? ഈ വന്ന ആളുകളെ മുഴുവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതകൾ എത്രത്തോളമാണ് DGPയുമായി? പ്രജീഷ്, അക്കാര്യം തന്നെയാണ് ഇനി അറിയേണ്ടത്. 11 മണിക്ക് ഇവരെ പോലീസ് DGP ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ ഇനി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അറസ്റ്റ് പോലുള്ളൊരു പോലീസ് നടപടി, ബലമായുള്ളൊരു അറസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് DGPയുമായി ഇനി ചർച്ച നടത്താൻ മഹിജയുടെ അമ്മ അടക്കമുള്ളവർ തയ്യാറാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ചർച്ചയുണ്ടായാൽ തന്നെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടേണ്ട പ്രത്യേക സാഹചര്യം സംബന്ധിച്ച് DGP വിശദീകരിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് കൃഷ്ണദാസിന്റെ കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാണ് ഇന്നലെ ജിഷ്ണുവിന്റെ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിടേണ്ട സാഹചര്യം ഉണ്ടായത്. അത് DGP ഇവരെ അറിയിക്കുമായിരിക്കും. മറ്റു കാര്യങ്ങളും DGP നേരത്തെ നൽകിയതുപോലുള്ള ഉറപ്പുകൾ അദ്ദേഹം നൽകാനുമായിരുന്നു ചർച്ച നടന്നെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും ചർച്ച ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഇനി ചർച്ച നടക്കുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ചർച്ചയ്ക്ക് പോകാനുള്ള അത്തരത്തിൽ സഹകരിക്കാൻ സമരക്കാർ ജിഷ്ണുവിന്റെ അമ്മയും മറ്റും തയ്യാറാകുമോ എന്ന് ഇനി ഈ നിലവിലുണ്ടായിരിക്കുന്ന സംഘർഷഭരിതമായ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 11 മണിക്കാണ് DGP സമരക്കാരുമായി ചർച്ച നടത്താമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ പ്രധാനമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള അറസ്റ്റ് ഉണ്ടാകണം? പോലീസ് നടപടി അടക്കം വിമർശിച്ച് ഇതുവരെയുള്ള നടപടികളെയൊക്കെ വിമർശിക്കുകയാണോ? പുതിയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ജിഷ്ണുവിൻ്റെ അമ്മാവൻ അടക്കം അവിടെ സമരത്തിനായി വരുന്നു, മാതാവ് ഉൾപ്പെടെയുണ്ട്. ഇവരൊക്കെ തന്നെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കടക്കം നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇന്നിപ്പോൾ പുതിയ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചാൽ ഏതൊക്കെ ആവശ്യങ്ങളാണ് അവർ ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് കണ്ടപ്പോഴൊക്കെ വ്യക്തമാക്കിയത്? ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിൽ പോലീസ് ഉദാസീനത കാണിക്കുന്നു എന്ന ആരോപണമാണ് എല്ലാ സമയത്തും ജിഷ്ണുവിന്റെ അമ്മ മഹിജയും ജിഷ്ണുവിന്റെ അമ്മൻ ശ്രീജിത്തും അടക്കമുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കൃഷ്ണദാസിനെ ഈ കേസിലും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലും അറസ്റ്റ് ചെയ്തെങ്കിലും ആ അറസ്റ്റ് നാടകമാണ് എന്ന നിലപാടാണ് ജിഷ്ണുവിന്റെ അമ്മ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന അറസ്റ്റും നാടകമാണ്. പോലീസ് കൃഷ്ണദാസുമായി ഒത്തുകളിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ വേണ്ട രീതിയിലുള്ള ജാഗ്രതയും ശ്രദ്ധയും പോലീസ് പുലർത്തുന്നില്ല. ആ സ്ഥാനത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഉദാസീനത ഈ കേസിൽ ഉണ്ടാകുന്നു എന്നാണ് ജിഷ്ണുവിന്റെ അമ്മ ആരോപിക്കുന്നത്. ഇതുന്നയിച്ചുകൊണ്ട് തന്നെയാണ് ജിഷ്ണുവിന്റെ അമ്മ പോലീസ് ആസ്ഥാനത്തേക്ക് സമരത്തിനായി എത്തിയതും. നേരത്തെ തന്നെ 2 ആഴ്ച മുന്നേ ഇത്തരത്തിൽ സമരം ജിഷ്ണുവിന്റെ അമ്മ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ആരംഭിക്കേണ്ടതായിരുന്നു. അന്ന് ഇക്കാര്യത്തിൽ DGP കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അവർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. തുടർന്ന് വീണ്ടും കൃഷ്ണദാസിന്റെ അറസ്റ്റ്, ജിഷ്ണുവിന്റെ കേസിലുള്ള അറസ്റ്റ് വൈകുകയും ഏറ്റവും ഒടുവിൽ ഇന്നലെ അറസ്റ്റ് ഉണ്ടായെങ്കിൽ പോലും തങ്ങൾ സമരവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന നിലപാടാണ് ഇന്നലെ കൃഷ്ണദാസിന്റെ അറസ്റ്റിന് ശേഷവും ജിഷ്ണുവിന്റെ അമ്മ കൈക്കൊണ്ടത്. അതായത് അറസ്റ്റ് നാടകമാണ്, അതുകൊണ്ടാണ് അവർ പിന്നീട് പെട്ടെന്ന് തന്നെ വിടുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞിരുന്നത്. മുൻകൂർ ജാമ്യമുള്ള സാഹചര്യത്തിലാണ് കൃഷ്ണദാസിനെ വിട്ടതെങ്കിലും എന്തായാലും ജിഷ്ണുവിന്റെ കേസ് പോലീസ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ജിഷ്ണുവിന്റെ അമ്മ ഉന്നയിക്കുന്നത്. അത് ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് സമരം ആരംഭിക്കാനായി, അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങാനായി എത്തിയിരുന്നതും. ജിതിൻ, ഈ സംഭവം നടക്കുമ്പോൾ ഇത്രത്തോളം സംഘർഷാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെ ഉണ്ടായിരുന്നു സംഭവ സ്ഥലത്ത്? മറ്റ് അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ അതിനുശേഷം വഴങ്ങാത്തൊരു സാഹചര്യത്തിലായിരുന്നുവോ അറസ്റ്റ്? തീർച്ചയായും പ്രതീക്ഷ കന്റോൺമെന്റ് AC ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള
50 പേരോളം വരുന്ന പോലീസ് സംഘമാണ് ജിഷ്ണുവിൻ്റെ അമ്മയെ അടക്കമുള്ള 16-20ഓളം പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നേരത്തെ രാവിലെ 7 മണിയോടുകൂടിയാണ് ജിഷ്ണുവിൻ്റെ അമ്മ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സമരം ചെയ്യാനായി എത്തിയത്. തുടർന്ന് മ്യൂസിയം CI അവരെ കണ്ട് ഈ നിരോധിത മേഖലയിലാണ് നിങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത്, ഇത് സംബന്ധിച്ചുള്ള സാങ്കേതിക കാര്യങ്ങളും സമരം ഒഴിവാക്കണമെന്ന പോലീസിൻ്റെ അഭ്യർത്ഥനയും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ തങ്ങളെ അങ്ങോട്ട് എത്തുന്നതിൽ നിന്ന് തങ്ങളെ തടയുകയാണെങ്കിൽ തങ്ങളെ എവിടെ തടയുന്നുവോ അവിടെ തങ്ങൾ സമരം ആരംഭിക്കുമെന്ന നിലപാടാണ് ആ സമയം അദ്ദേഹം സമരക്കാർ കൈക്കൊണ്ടത്. പിന്നീടാണ് DGP ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ അത് മുൻനിർത്തിയും സമരം അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥന പോലീസ് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും തങ്ങളെ ചർച്ച നടക്കുന്ന സാഹചര്യത്തിലും തങ്ങൾ സമരം തുടരുമെന്ന നിലപാടാണ് ആ സമയത്തും സമരക്കാർ കൈക്കൊണ്ടത്. തുടർന്നാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള ദൃശ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവവികാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സമരക്കാർ വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് ജിഷ്ണുവിൻ്റെ അമ്മയുടെ നേതൃത്വത്തിൽ സമരക്കാർ നടന്നു വരികയായിരുന്നു. അപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് ഏകദേശം 100 മീറ്റർ മുമ്പാണ് പോലീസ് ഇവരെ വടം കെട്ടി കന്റോൺമെന്റ് AC ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞത്. 5 പേരെ മാത്രം പോലീസ് ആസ്ഥാനത്തേക്ക് കടത്തിവിടാമെന്നാണ് പോലീസ് അപ്പോൾ അറിയിച്ചിരുന്നത്. എന്നാൽ തങ്ങൾക്ക് സമരക്കാർക്ക് മുഴുവനും അങ്ങോട്ട് പോകണമെന്ന നിലപാടാണ് സമരക്കാർ ആ സമയം കൈക്കൊണ്ടത്. തുടർന്നാണ് ഇവരെ എല്ലാവരെയും തടയുന്നതും പിന്നീട് സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതും പിന്നീട് ഇവരെ എല്ലാം ബലമായി അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 11 മണിക്ക് ഇനി ചർച്ച നടക്കുമോ എന്ന കാര്യം മാത്രമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാനുള്ളത്. ജിതിൻ, ഇപ്പോൾ സംഭവ സ്ഥലത്ത് എങ്ങനെയാണ്? കാരണം ഗതാഗതമൊക്കെ തന്നെ പുനർക്രമീകരിച്ചിരിക്കുന്നുവോ? ഗതാഗത തടസ്സം നിമിഷങ്ങളോളം അവിടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയോ? ഇപ്പോൾ എല്ലാവരെയും അവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എത്തിയവരെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് പോവുകയായിരുന്നു. തീർച്ചയായും പ്രജീഷ്, ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയോടൊപ്പം എത്തിയ സമരക്കാരെ എല്ലാം തന്നെ പോലീസ് പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ആ സമയത്ത് ഗതാഗത പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ഒരു റോഡ് ബ്ലോക്ക് ചെയ്ത് മറ്റു റോഡിലൂടെ വാഹനങ്ങൾ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അതേസമയം തന്നെ കുറച്ച് നാട്ടുകാർ ഇവിടെ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്നത് അത്രത്തോളം തന്നെ പോലീസുകാരും ഇപ്പോൾ ഇവിടെയുണ്ട്. എന്തായാലും ആ സമയത്തുണ്ടായിരിക്കുന്ന വലിയ സംഘർഷാവസ്ഥയ്ക്കെല്ലാം തന്നെ ഇപ്പോൾ അടവ് വന്നിരിക്കുന്നു. പ്രജീഷ്, പോലീസ് ആസ്ഥാനത്ത് പ്രതിഷേധിക്കാനെത്തിയ ജിഷ്ണു പ്രണയുടെ മാതാവിനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ജിതിൻ ചേരുന്നു. ജിതിൻ, ഏത് രീതിയിലായിരുന്നു സാഹചര്യങ്ങൾ ഇന്ന് അവിടെ അരങ്ങേറിയത്? ആരൊക്കെ ഉണ്ടായിരുന്നു? ആരുടെയൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിലായിരുന്നു ജിഷ്ണുവിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ പ്രതിഷേധിക്കാൻ എത്തിയത്? പോലീസിന്റെ നിർദ്ദേശം എന്തായിരുന്നു? ഏത് രീതിയിലായിരുന്നു ആ നിർദ്ദേശത്തോട് പ്രതികരണം? പ്രജീഷ്, 10 മണിക്ക് ശേഷമാണ് ജിഷ്ണുവിൻ്റെ അമ്മ മഹിജ അടക്കമുള്ള സമരക്കാർ പോലീസ് ആസ്ഥാനത്തേക്ക് സമരത്തിനായി എത്തിയത്. വഴുതക്കാട് ജംഗ്ഷനിൽ നിന്നും നടന്നാണ് അവർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. അപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് 100 മീറ്റർ ഇപ്പുറത്ത് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായി ഇവരെ വടം കെട്ടി പോലീസ് തടയുകയായിരുന്നു. നേരത്തെ ഇവരോട് ഇക്കാര്യങ്ങൾ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ജിഷ്ണുവിൻ്റെ അമ്മ തിരുവനന്തപുരത്ത് എത്തിയതിനു പിന്നാലെ തന്നെ നിരോധിത മേഖലയിലാണ്, അതുകൊണ്ട് സമരം അനുവദിക്കാനാകില്ല, സമരം ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന പോലീസ് ഇവർക്ക് മുന്നിൽ വെച്ചിരുന്നു. തുടർന്ന് പിന്നീട് 11 മണിയോടുകൂടി സമരക്കാരുമായി DGP ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. 11 മണിക്ക് സമരക്കാരിൽ 5 പേരുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണ് എന്ന് DGP പോലീസ് മുഖാന്തരം ഇവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ 2 സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന അപേക്ഷയാണ് രാവിലെ പോലീസ് സമരക്കാർക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ അതിന് സമരക്കാർ തയ്യാറായിരുന്നില്ല. സമരത്തിന് തങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ തങ്ങളെ എവിടെ പോലീസ് തടയുന്നോ അവിടെ തങ്ങൾ സമരം ആരംഭിക്കുമെന്ന നിലപാടാണ് ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയും മറ്റ് സമരക്കാരും സ്വീകരിച്ചത്. പിന്നീടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. 10 മണിക്ക് ശേഷം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയ സമരക്കാരെ 100 മീറ്റർ പുറത്ത് തന്നെ പോലീസ് തടയുകയായിരുന്നു. പിന്നീട് ഇവരെ എല്ലാവരെയും അങ്ങോട്ട് കടത്തിവിടണമെന്ന നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറുള്ള, ചർച്ചയ്ക്ക് പോകുന്ന 5 പേരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാമെന്ന് പോലീസ് നിലപാടെടുത്തെങ്കിലും അത് കേൾക്കാൻ സമരക്കാർ കൂട്ടാക്കിയിരുന്നില്ല. അതിനെ തുടർന്ന് വലിയ സംഘർഷഭരിതമായ സാഹചര്യമാണ് പോലീസ് ആസ്ഥാനത്തിന് സമീപത്ത് ഉണ്ടായത്. കന്റോൺമെന്റ് AC ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള 50ഓളം പേരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇവരെ തടഞ്ഞിരുന്നത്. അങ്ങോട്ട് ബലമായി പ്രവേശിക്കാൻ സമരക്കാർ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ടായി. തങ്ങൾക്ക് മുഴുവൻ DGPയെ കാണാനാകണം എന്നാണ്, അല്ലെങ്കിൽ അവരെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലെത്തി സമരം നടത്തണമെന്ന ആവശ്യമാണ് സമരക്കാർ ആ സമയം പോലീസിന് മുന്നിൽ ഉന്നയിച്ചത്. അത് അനുവദിക്കാനാകില്ല എന്ന് നിലപാടെടുത്ത പോലീസ് 5 പേരെന്നത് 6 പേരെ വരെ കടത്തിവിടാമെന്ന് പിന്നീട് പറഞ്ഞു. അതും സമരക്കാർ ചെവികൊള്ളാൻ തയ്യാറായില്ല. തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കിയാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന നിലപാടാണ് സമരക്കാർ ആ സമയത്ത് കൈക്കൊണ്ടത്. പിന്നീട് വലിയ ഉന്തും തള്ളും
സംഘർഷത്തിനോടൊത്ത സാഹചര്യമാണ് പോലീസ് ആസ്ഥാനത്തിന് സമീപത്തുണ്ടായത്. പിന്നീടാണ് സമരക്കാരെ എല്ലാവരും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയെയും ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്തിനെയും അവരുടെ കൂടെ തിരുവനന്തപുരത്തെത്തിയ സമരം ചെയ്യാനായി എത്തിയ മറ്റെല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. പോലീസ് ജീപ്പിൽ കയറ്റിയാണ് അവരെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏതാനും ചിലരും നാട്ടുകാരും ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ഇനി 11 മണിക്ക് അവർ DGPയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. രജീഷ്, അറസ്റ്റ് ചെയ്തവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? 11 മണിക്ക് അല്പസമയത്തിനകം DGP 6 പേരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടോ? ആ DGPയുടെ നിലപാടിനെ ബന്ധുക്കളടക്കം ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ വാഗ്ദാനത്തെ ചർച്ചയ്ക്കുള്ള സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അവരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള അറസ്റ്റും ബലമായുള്ള ഒരു അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ, ഇത്തരത്തിലുള്ള ഒരു പോലീസ് നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി DGPയുമായുള്ള ചർച്ചയ്ക്ക് ഇവർ സഹകരിക്കുമോ, അതിന് സമരക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 11 മണിക്ക് ഇവരുമായി കൂടിക്കാഴ്ച നടത്താമെന്നാണ് DGP നേരത്തെ അറിയിച്ചിരുന്നത്. DGP അതിന് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുമെങ്കിലും ഇവർ സമരക്കാർ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സമരത്തിന് എത്തുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. അവരുമായി ബന്ധപ്പെടാൻ പിന്നീട് നമുക്ക് സാധിച്ചിട്ടില്ല. എല്ലാവരും തന്നെ ഈ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇനി DGPയുമായുള്ള ചർച്ചയ്ക്ക് അവർ തയ്യാറാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 11 മണിയോടുകൂടി ഇവരുമായി ചർച്ച നടത്താമെന്നാണ് DGP അറിയിച്ചിരുന്നത്. നേരത്തെ 2 ആഴ്ച മുമ്പ് തന്നെ ഈ പോലീസ് ആസ്ഥാനത്തിന് മുമ്പ് മഹിജ സമരം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കൃഷ്ണദാസിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പാണ് DGP നൽകിയിരുന്നത്. അതിനെ തുടർന്നാണ് അവർ അന്ന് സമരത്തിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് മറ്റൊരു കേസിൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ ഏറ്റവും ഒടുവിൽ ജിഷ്ണു കേസിൽ തന്നെ കൃഷ്ണദാസിന്റെ അറസ്റ്റ് നടന്നു. എന്നാൽ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ കോടതി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ കൃഷ്ണദാസിനെ വിടേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ജിഷ്ണു കേസിൽ പോലീസ് തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് നാടകം കളിക്കുകയാണ്. പോലീസ് ഉദാസീനത ഈ കേസിന്റെ അന്വേഷണത്തിൽ കാണിക്കുന്നു. വേണ്ടത്ര ജാഗ്രതയും ശ്രദ്ധയും പോലീസ് പുലർത്തുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജിഷ്ണുവിന്റെ അമ്മ സമരം എന്ന നിലപാടുമായി മുന്നോട്ട് പോയത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് നിന്നും അവർ തിരുവനന്തപുരത്തെത്തുകയും ഇന്ന് രാവിലെ പോലീസ് ആസ്ഥാനത്തേക്ക് സമരത്തിനെത്തുന്ന സാഹചര്യവും പിന്നീട് നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടായത്. എന്തായാലും ഇനി 11 മണിയോടുകൂടിയുള്ള ചർച്ചയ്ക്ക് സമരക്കാർ തയ്യാറാകുമോ എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയേണ്ട കാര്യം. പ്രജീഷ്. ശരി, ജിതിൻ ചന്ദ്രൻ. DGP ഓഫീസിന് മുന്നിൽ നിരാഹാര സമരത്തിനെത്തിയ ജിഷ്ണു പ്രണോയിയുടെ മാതാവടക്കമുള്ള ബന്ധുക്കളെ പോലീസ് തടഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് DGP വ്യക്തമാക്കി. സമരത്തിനെത്തിയ മുഴുവൻ പേരെയും ചർച്ചയ്ക്ക് വിളിക്കണമെന്നായിരുന്നു ജിഷ്ണുവിന്റെ ബന്ധുക്കളുടെ ആവശ്യം. സമരം അവസാനിപ്പിക്കില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഒടുവിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കന്റോൺമെന്റ് ESCയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ബന്ധുക്കളെയും മാതാവിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കൃത്യം 11 മണിയോടുകൂടി തന്നെ DGP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമവായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ബന്ധുക്കളുടെ തീരുമാനം. ജിഷ്ണുവിൻ്റെ മാതാവിനും ബന്ധുക്കൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നിരോധിത മേഖലയാണ്, സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത്. ഇപ്പോൾ DYFI നേതാവ് P. ബിജു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. P. ബിജു, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കടുത്ത ഒരു പ്രതിഷേധമാണ് അവിടെ പോലീസ് ആസ്ഥാനത്ത് കണ്ടത്. കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു വ്യക്തത വേണ്ടി വരുന്നു എന്നൊരു തോന്നലാണോ എല്ലാവർക്കും ഉള്ളത്? P. ബിജു. മരണം വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. കേരളീയ സമൂഹമാകെ വിഷ്ണുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ് ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത്. ഇതിനെതിരെ ഈ വിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ളവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പാടില്ല. അത് ശരിയായ ഒരു രീതിയല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിലും ഉണ്ടാവാത്ത രൂപത്തിലുള്ള നിയമ നടപടികളാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ആ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ആ കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം
നിയമത്തിനകത്തു നിന്നുകൊണ്ട് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒരു പൊതുസമൂഹത്തിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജാഗ്രത കുറവ്, കാരണം പോലീസ് സംവിധാനം നേരത്തെയുള്ള അവരുടെയൊക്കെ തന്നെ നിലപാടുകളുണ്ട്. ജാഗ്രത കുറവോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മാന്ദ്യം ഇക്കാര്യത്തിലൊക്കെ സമയോചിതമായി ശ്രീ പി ബിജുവിലേക്ക് എത്താം. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് കണ്ട കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജിഷ്ണുവിൻ്റെ മാതാവിനെ അല്പസമയം മുമ്പാണ് പോലീസ്, മാതാവ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് എയർ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ പോലീസ് അവിടേക്ക് സമരം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെ സ്വീകരിക്കുകയായിരുന്നു. 11 മണിയോടുകൂടി തന്നെ DGP ജിഷ്ണുവിൻ്റെ ബന്ധുക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ ശക്തമായ സമരവുമായി, നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ബന്ധുക്കളുടെയും മാതാവിൻ്റെയും ഒക്കെ തന്നെ നിലപാട്. ജിതിൻ ചേരുന്നു. ജിതിൻ, 11 മണിയുടെ ചർച്ചയ്ക്ക് വ്യക്തത എന്തെങ്കിലും വരുന്നുണ്ടോ? പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കിയ സമരക്കാരെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അവർ 11 മണിയുടെ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന വിവരം നമുക്ക് അവരുമായി നേരിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെടാനായിട്ടില്ല. 11 മണിക്ക് ചർച്ചയ്ക്ക് നിലവിൽ അവർ തയ്യാറാകില്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ബലമായി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായ സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. പോലീസ് 11 മണിക്ക് DGP വരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിലും അവർ എത്താനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് എന്നാണ് ഇപ്പോൾ പറയാനാവുക. എന്തായാലും അവരെ ഇപ്പോൾ പൂജപ്പുരയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 10 മണിക്ക് ശേഷമാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജയും മറ്റ് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്തും അടക്കമുള്ള 20ഓളം പേർ പോലീസ് ആസ്ഥാനത്തേക്ക് സമരം നടത്താനായി എത്തിയിരുന്നത്. നിരോധിത മേഖലയിൽ സമരം അനുവദിക്കാനാകില്ല എന്ന് കാണിച്ചുകൊണ്ട് സമരം ഒഴിവാക്കണമെന്ന ആവശ്യം പോലീസ് നേരത്തെ തന്നെ സമരക്കാർക്ക് മുന്നിൽ വെച്ചിരുന്നെങ്കിലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ പോലീസുകാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് DGP ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ 2 കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് സമരം ഒഴിവാക്കണമെന്ന ആവശ്യം പോലീസ് ആവർത്തിച്ചതെങ്കിലും തങ്ങളെ എവിടെ തടയുന്നു അവിടെ സമരം ഇരിക്കുമെന്ന നിലപാടിലായിരുന്നു സമരക്കാരുണ്ടായിരുന്നത്. തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തിന് 100 മീറ്റർ പുറത്ത് സമരക്കാരെ എല്ലാവരെയും പോലീസ് വടം കെട്ടി തടയുന്ന സാഹചര്യം ഉണ്ടായത്. കന്റോൺമെന്റ് AC ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള 50ഓളം പോലീസുകാരാണ് സമരക്കാർ തടഞ്ഞത്. എന്നാൽ തങ്ങളെ മുഴുവൻ കടത്തിവിടണമെന്ന ആവശ്യം അപ്പോഴും സമരക്കാർ. തീർച്ചയായും ജിതിൻ മടങ്ങിയെത്തപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, പൊതുസമൂഹത്തിന്റെ വലിയ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയം, ആ സംഭവത്തിലാണ് ഇപ്പോൾ ജിഷ്ണുവിന്റെ മാതാവ് ഇപ്പോൾ അവിടെ സമരം നടത്താനെത്തുകയും പിന്തിരിപ്പിക്കുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. സാഹചര്യത്തിൽ എന്തായാലും ഒരു വ്യക്തത ഇനിയും വരുത്തേണ്ട സാഹചര്യമുണ്ടോ? പ്രതികൾ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ എടുത്തിരിക്കുന്നു. ഇന്നലെ കൂടി പ്രതിയെ കൃഷ്ണദാസിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. എന്തായാലും ഇനിയും വ്യക്തത തേടേണ്ട ഒരു വിഷയം തന്നെയാണോ ഇത്? ജേക്കബ് ജോർജ്. ഹലോ, ഈ അറസ്റ്റ് ശരിക്കും ഹൈക്കോടതി അദ്ദേഹത്തിന് കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജിഷ്ണു വധക്കേസിൽ ചെയ്ത് ലോക്കപ്പിലിടാൻ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വേറൊരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 3-4 ദിവസം അദ്ദേഹം ജയിലിലായിരുന്നു. അതിൽ കൂടുതൽ അറസ്റ്റ് പ്രയാസമാണ്. നിയമവിധേയമായിട്ടല്ലേ പോലീസിന് എന്തെങ്കിലും ചെയ്യാനാവൂ? തീർച്ചയായിട്ടും മഹിജിക്ക് അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ചെയ്യാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനകത്തും ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇവിടെ പത്തനംതിട്ട യൂണിയൻ 2001 ഏഷ്യാനിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാനൊക്കെ മുൻനിരയിലുണ്ടായിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സമരം നടത്തി. ഭയങ്കര ആവേശകരമായ സമരമായിരുന്നു. പോലീസ് തടഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ വിൽസൺ ജോസഫ് ആയിരുന്നു കമ്മീഷണർ. ശരിക്കും ഒരു ബലപ്രയോഗം തന്നെയുണ്ട്. അങ്ങോട്ട് കടത്തിവിട്ടില്ല. പോലീസ് ഒരു കാണാൻ കടത്തിവിട്ടില്ല. വളരെ ശക്തിയായിട്ട് പോലീസ് പത്രക്കാരെ തടഞ്ഞു. ആ സമയത്ത് അത് വളരെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഷാഹിനെയൊക്കെ നിലവിൽ തന്നെ ഞങ്ങളോടൊപ്പം. ജോർജാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട്.